നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വിവരിക്കാൻ പോകുന്നൊരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ഭക്ഷണ സാധനമാണ്. എന്താണെന്നുള്ളത് നിങ്ങൾ തമ്പുരയിൽ കണ്ടു കാണില്ല, എങ്കിലും ഞാൻ കാണിക്കാം. ദിസ് ഈസ് മിച്ചർ. നിങ്ങളുടെ നാട്ടുകളിൽ ചിലപ്പോൾ മിച്ചർ എന്ന് പറയും, മിക്സർ എന്ന് പറയും, പല രീതിയിലും ഇതിനെ പറയാറുണ്ട്. നമ്മളെല്ലാവരും കള്ളു കുടിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെ പല പല ആവശ്യങ്ങൾക്ക് സൽക്കാരങ്ങൾ വരുമ്പോഴും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മിക്സർ. അല്ലെ അലുവയൊക്കെ കൂട്ടിയിട്ട് ചില സദ്യക്കും അല്ല സഞ്ചയനത്തിനും എല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ് മിക്സർ. പണ്ട് കാലം മുതൽ തന്നെ എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒരു സാധനമാണ് മിക്സർ. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണണം. ഇതിനകത്ത് മിക്സറിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് ഇത് മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും കടകളിൽ പോയിട്ട് മിക്സർ മേടിക്കാറുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും മേടിക്കുന്ന സമയത്ത് ചുമ്മാ ചിലരൊക്കെയാണ് മേടിച്ചങ്ങ് കഴിക്കുക. അതിൻ്റെ സംഭവങ്ങളൊന്നും നോക്കാറില്ല. ഇത് എങ്ങനെയാണ് കഴിക്കുന്നത്, അല്ല ഇത് ആദ്യം ഞാൻ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞുതരാം, പിന്നെ ഇതിൻ്റെ ദോഷങ്ങളും പറഞ്ഞുതരാം. അപ്പം ഇത് ജങ്ക് ഫുഡിൽപ്പെട്ട ഒരു ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മുടെ മിക്സർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് എങ്ങനെയൊക്കെ കഴിക്കാം എന്ന് നമുക്ക് ഫസ്റ്റ് എന്തായാലും ഒരു പോസിറ്റീവ് പറഞ്ഞിട്ട് നമുക്ക് നെഗറ്റീവ് പറയാം. നമുക്ക് ഇതെങ്ങനെയൊക്കെ കഴിക്കാം എന്നുള്ള കാര്യം നോക്കാം. നോർമലി നമുക്കിതിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ടിട്ട് നമുക്കിത് കഴിക്കാൻ സാധിക്കും. അതല്ലാതെ കുറച്ച് ഒരു ഡെക്കറേറ്റഡ് ആയിട്ട് നമുക്കിത് കഴിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേപ്പറോ ഒരു പാത്രമോ ഒക്കെ എടുത്തതിന് ശേഷം ഇത് കുറച്ച് അതിനകത്തോട്ട് പൊട്ടി തിന്നാൻ ഇട്ടതിന് ശേഷം അതിനകത്ത് നമ്മൾ സവാള ഉള്ളി അരിഞ്ഞിടുക. അതിന് ശേഷം കുറച്ച് മറ്റേ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ചെറുതായിട്ട് ഒരുപാട് ഒഴിക്കണം, കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് മുളക് പൊടി വരുന്നുണ്ട്. അപ്പം മുളക് പൊടിയുള്ള മിക്സർ തന്നെ മേടിക്കുക. അങ്ങനെ എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കഴിക്കും. അപ്പം നമ്മൾ ആ പുളിയൊക്കെ വെച്ചിട്ട് അതിൽ വെള്ളം കൊടുക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലായിരുന്നില്ലായിരിക്കും. ഇതിൻ്റെ ഗുണം പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഒരു ജങ്ക് ഫുഡിൽപ്പെട്ട ഒരു സാധനമാണ് ഈ മിക്സർ. നമുക്ക് വെറുതെ കഴിക്കാം എന്നേ ഉള്ളൂ. ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കറിയാമോ, നിങ്ങളൊരു മിക്സർ മേടിക്കുമ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. മിക്സർ എന്നല്ല, എന്ത് ബേക്കറി സാധനം മേടിച്ചാലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ഒരു ബേക്കറി കടയിൽ കളറൊക്കെ നോക്കിയിട്ടും കൊള്ളാം, സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിച്ച് കഴിക്കും. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പയർ നോക്കണം. ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മിക്ക സാധനം ഞാൻ മേടിച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ എക്സ്പയർ നോക്കിയിട്ടാണ് ഞാൻ മേടിക്കാറുള്ളത്. ഒരുമാതിരി ശീലമായി പോയതുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ എക്സ്പയറി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം എഴുതി വരുന്നുണ്ട്. നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഡേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർ എക്സ്പയറി എഴുതി വെക്കും. നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ചിലതിൽ എക്സ്പയറി കാണൂല, ബെസ്റ്റ് ബിഫോർ 60 days 30 days എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വരും. അത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. അറിയാത്ത കുറച്ച് പേര് കാണുമല്ലോ, എല്ലാവരും സാറുമാരല്ലല്ലോ അല്ലേ. അപ്പം ഒരു മാനുഫാക്ചറിങ് ഡേറ്റ് കാണും. അത് കഴിഞ്ഞിട്ട് എത്ര ഡേയ്സ് നമുക്ക് ഉപയോഗിക്കാമോ അത് മാത്രം നമ്മൾ അത്രയും ദിവസം മാത്രം ഉപയോഗിക്കാം. അത്രയും തോന്നെ ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. കൂടുതലായിട്ടിരിക്കുന്ന ചിലരുണ്ട്. ഇപ്പോൾ 16/3/26 ഇതിൻ്റെ ഡേറ്റ് കിടക്കുന്നത്. 16/3 ഡേറ്റ് കഴിയും, 15-ാം തീയതി തീർന്നു കഴിയാം എന്ന് വിചാരിച്ച് കഴിക്കുന്ന ചില മനുഷ്യരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എത്രയും നേരത്തെ കഴിച്ചിട്ട് കഴിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നിങ്ങൾ മേടിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകും, വയറുന്നതുകൊണ്ടാകും, വയറ്റിൽ പ്രോബ്ലം ഉണ്ടാകും, ഒക്കെ പ്രശ്നങ്ങൾ വരും. അപ്പം ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് സാധനങ്ങളെല്ലാം ഈ സൈഡിൽ എഴുതി വെക്കുന്നുണ്ട്. ഫാറ്റ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഇതിൻ്റെ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട മിക്ക ബേക്കറി സാധനത്തിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ഇത് മേടിച്ച് കഴിക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ഈ സാധനം നമ്മൾ മിക്സർ കാണാൻ നല്ല ഭംഗിയാണ്, കളർഫുള്ളാണ്, എരിവ് ചേരുന്ന സാധനമാണ്, ഒക്കെയാണ്. ഇത് പല പല ബ്രാൻഡുകൾ, പല പല കമ്പനികൾ, ഈ ബ്രാൻഡ് അല്ലാത്ത സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ സാധനം ഇതിനകത്ത് കപ്പലുണ്ട്, എന്താ പീനട്ട്. ഈ സാധനം ഒരുപാട് ചില മനുഷ്യരുണ്ട് ഈ മിക്സർ കഴിക്കുന്ന സമയത്ത് ഒരുപാട് മറ്റേ കപ്പലണ്ടി ഭയങ്കരമായിട്ട് എടുത്ത് കഴിക്കും. ബാക്കിയുള്ള സാധനങ്ങൾ കഴിക്കത്തില്ല, അവരത് സ്കിപ്പ് ചെയ്ത് വിട്ട് കളയും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത് ഫുള്ളായിട്ട്, എങ്കിലേ വല്ല ഗുണമുള്ളൂ. കുറച്ചെങ്കിലും കേക്ക്, അതും കാര്യങ്ങൾ മനസ്സിലാവും.
അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ ഞാനിത് മിക്ക ദിവസം കഴിക്കുന്നത് ഇതുപോലെ മുഖക്കുരൂസ് വരാൻ ചാൻസ് ഉണ്ട് പീനട്ട് മാത്രം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ. അത് മാത്രമല്ല ഇവന്മാർ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്തതും ഉണ്ട്, ചിലർ നല്ലതായിട്ടും ഉണ്ടാക്കുന്നവരുണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ഭൂരിഭാഗം മിക്ക സ്ഥലങ്ങളിലും ഈ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയിൽ ഇട്ട് വീണ്ടും 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 ഉണ്ടാക്കും. അത് നല്ല രീതി നമുക്ക് എന്താ പറയുന്നത് ഇഷ്യൂസസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. മീൻസ് വയറ് നോവോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ആരും കഴിക്കാതിരിക്കുന്നില്ല, കഴിക്കരുത് എന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയാണ് നിങ്ങൾ. അത് കഴിവതും നാച്ചുറൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പക്ഷെ ഞാൻ ഇതിനൊരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ, എന്നൊന്നും മേടിച്ച് കഴിക്കില്ല. അപ്പം ഇന്നും ജസ്റ്റ് നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ ഇതെന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഒന്ന് പരിചയപ്പെടുത്താം എന്നേ വിചാരിച്ചുള്ളൂ. ഇതിൻ്റെ അളവ് കുറയ്ക്കുക, മീൻസ് കഴിവതും നമ്മൾ തന്നെ വീട്ടിൽ ഇത് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇങ്ങനത്തെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇതിൻ്റെ എക്സ്പയറി സാധനങ്ങൾ എന്നാണ് ഉണ്ടാക്കിയതെന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് മേടിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ജസ്റ്റ് ഒരു സജഷൻ. ഇത് കേൾക്കുന്നതും ഉപയോഗിക്കുന്നതും ചെയ്യാത്തതൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. ഞാൻ നിങ്ങളിലേക്ക് ഒരു കാര്യം എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഈ ഫുഡ് ഒരു നല്ല ഫുഡൊക്കെ തന്നെയാണ്. അപ്പം ഇതിൻ്റെ അളവ് കുറയ്ക്കാം. എത്ര നല്ല ഫുഡാന്ന് പറഞ്ഞാലും എണ്ണയിൽ വറുത്ത് കോരിയ സാധനങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. പിന്നെ കഴിവതും നമ്മൾ മേടിക്കുമ്പോൾ മാക്സിമം നമ്മളതിൻ്റെ എക്സ്പയറി നോക്കിയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇതിൽ അറിയാമല്ലോ, സാധനം വറുത്ത് കോരി പല പല സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്കത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക. കഴിക്കരുതെന്ന് ഞാൻ പറയുന്നത് കഴിക്കാം, പക്ഷേ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് കഴിക്കാം. ഓക്കെ, ഒരിക്കലും ഒരു ശീലമാക്കരുത്. അത്രയൊക്കെ പറയാനുള്ളൂ. ഇത് വേറെ ഒന്നുമില്ല. ഇനി ഗുണങ്ങൾ എന്ന് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുണവും ഇതിന് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എന്നാൽ ദോഷങ്ങൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ട്. മുഖത്ത് പുഴുക്കൾ, അല്ലെന്നുണ്ടെങ്കിൽ ഫാറ്റ് അടിയുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ ഇതിനുണ്ട്. എണ്ണമയം ഉണ്ടാകും. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ഇതിന് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല. ചില ആവശ്യങ്ങളിൽ ഇത് എല്ലാവരും കഴിക്കുന്ന സാധനങ്ങൾ, കള്ളു കുടിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കാനും എല്ലാവരും തന്നെ ഇത് ഉപയോഗിക്കുന്ന സാധനമാണ്. അതിനെപ്പറ്റി മോശം പറഞ്ഞല്ല, എല്ലാവരും മേടിക്കും, ഇനിയും മേടിക്കും. അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ ഈ സാധനങ്ങൾ എക്സ്പയറി ഡേറ്റ് ഇത് കഴിഞ്ഞാണ്. ചില കടകളിലൊക്കെ ആണെങ്കിൽ ഇട്ടങ്ങ് വിൽക്കുവാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും മേടിച്ച് കൊടുക്കും, ആൾക്കാർ മേടിച്ച് കഴിച്ചോളും. അവരത് നോക്കാമല്ലോ, ചിലർ പൊട്ടിച്ചിട്ടങ്ങ് കടിക്കുക. ഈ ബ്രാൻഡിയൊക്കെ മേടിക്കുന്നവരാണെങ്കിൽ ഡേറ്റ് ഒന്നും നോക്കത്തില്ല, മേടിച്ചങ്ങ് അടിക്കും. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ഉറപ്പായിട്ട് ആവശ്യമാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.